പറഞ്ഞു വരുന്നത് പ്രോനൗണിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പേഴ്സണൽ പ്രോനൗൺ. വ്യക്തികളുടെയോ വസ്തുക്കളുടെയൊക്കെ പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് പേഴ്സണൽ പ്രോനൗൺ. അതിനെ നമ്മൾ ഒരു 3-4 കാറ്റഗറി ആയിട്ട് തിരിച്ച് പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതാണ് ആദ്യത്തെ കാറ്റഗറി. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരാണ്, ഡുവർ. അതിൽ ഐ ഞാൻ, വി ഞങ്ങൾ, യു നീ നിങ്ങൾ, ഹി അവൻ അയാൾ അദ്ദേഹം, ഷീ അവൾ, ഇറ്റ് അത് ഇത്, ദേ അവർ. ഇതെല്ലാം ഡുവേഴ്സാണ് കേട്ടോ. ഇനി ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്, റിസീവ് ചെയ്യുന്ന ആൾക്കാർ. അവരെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുക കേട്ടോ. അതിൽ വരുന്നതാണ് മീ എന്നെ എനിക്ക്, അതുപോലെ തന്നെ അസ് യു എസ് ഞങ്ങളെ ഞങ്ങൾക്ക്, യു തന്നെ നിന്നെ നിനക്ക്. യു സബ്ജക്റ്റായും ഒബ്ജക്റ്റായിട്ടും വരും കേട്ടോ. അതുപോലെ ഹിസ്സല്ല ഹിമ്മ അവന് അവനെ, ഹെർ അവൾക്ക് അവളെ എന്ന അർത്ഥമാണ്. ഇറ്റ് അതിന് അതിനെ, ദം അവർക്ക് അവരെ. ഇത് കൂടാണ്ട് ഇതിൻ്റെ പൊസസീവ് ഫോം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം കാണിക്കുന്നൊരു ഫോമുണ്ട്. ഐ ആണെങ്കിൽ മൈ എൻ്റെ, അതുപോലെ അവർ ഞങ്ങളുടെ, യുവർ നിങ്ങളുടെ, ഹിസ് അവൻ്റെ, ഹെർ അവളുടെ, ഇറ്റ്സ് അതിൻ്റെ, ദയർ അവരുടെ. കൂടുതൽ പൊസസീവായിട്ട് കാണിക്കുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. എൻ്റേത് മൈൻ, ഞങ്ങളുടേത് അവേഴ്സ്, നിങ്ങളുടേത് നിൻ്റേത് യുവേഴ്സ്, അതിൻ്റേത് ഇറ്റ്സ്, ദേഴ്സ് അവരുടേത്. അപ്പോൾ പ്രോണൗണുകളിൽ ചെയ്യുന്ന ആൾക്കാർ സബ്ജക്റ്റ്, ആ ചെയ്ത് റിസീവ് ചെയ്യുന്ന ആൾക്കാർ ഒബ്ജക്റ്റ്. പിന്നെ ഉടമസ്ഥാവകാശം പറയുന്ന ആൾക്കാരാണ് ഓണേഴ്സ്, മൈ അവർ യുവർ ദയർ ഇറ്റ്സ് എന്നൊക്കെ പറയുക. കൂടുതൽ പൊസസീവ് ആണെങ്കിൽ മൈൻ അവേഴ്സ് യുവേഴ്സ് ദേഴ്സ് ഇറ്റ്സ് എന്നൊക്കെ പറയാം കേട്ടോ. ഗുഡ് ഡേ, ഹാപ്പി ഡേ.